ഒന്നാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. നിർദ്ദേശങ്ങൾ തന്നതിനനുസരിച്ച് ഉത്തരം എഴുതിയാൽ മതി. അലാനും കൂട്ടുകാരും ക്ലാസ് ടീച്ചറുടെ കൂടെ തൃശൂരിലേക്ക് പഠനയാത്ര പുറപ്പെട്ടു. മൃഗശാലയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ കണ്ടു. അലാനെ ആകർഷിച്ച പൂക്കൾക്ക് നമുക്ക് നിറം നൽകാം. ആക്ടിവിറ്റി 1 ഹയ്യ നുലവ്വിൻ. ചിത്രത്തിൽ കാണുന്ന പൂക്കളുള്ള ചെടിയെ കൂട്ടുകാർ നിറം നൽകി ഭംഗിയാക്കുമല്ലോ. നമ്മൾ എന്താണ് പൂവിന് അറബിയിൽ പഠിച്ചിരിക്കുന്നത്? സഹ്റത്തുൻ ഹാദിഹി ഡാഷ് ജമീലത്തുൻ. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഹാദിഹി സഹ്റത്തുൻ ജമീലത്തുൻ. മൃഗശാലയിൽ പ്രവേശിച്ച അലാനും കൂട്ടുകാർക്കും വലിയ സന്തോഷമായി. അവർ കണ്ട കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 2 ഹയ്യ നുകമ്മിൽ. പൂരിപ്പിക്കാം. ആദ്യത്തെ ചിത്രത്തിൽ ആരെയാണ് നമ്മൾ കാണുന്നത്? ഒരു മയിലിനെയാണ് അല്ലേ? മയിലിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ത്വാഊസുൻ. ഹാദാ ത്വാഊസുൻ. ഏത് അക്ഷരമാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത്? ത്വാ നമ്മൾ അവിടെ എഴുതി ചേർത്താൽ മതി. രണ്ടാമത്തെ ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? ഒരു കുരങ്ങനെയാണ് അല്ലേ? കുരങ്ങന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഖിർദുൻ. ഹാദാ ഖിർദുൻ. ഏത് അക്ഷരമാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത്? പൈ. മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു ആനയെയാണ് നമ്മൾ കാണുന്നത്. എന്താണ് ആനയ്ക്ക് പറയുന്നത്? ഫീലുൻ. ഹാദാ ഫീലുൻ. ഏത് അക്ഷരമാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത്? ഫി. നാലാമത്തെ ചിത്രത്തിൽ ആരെയാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു തത്തയെയാണ് അല്ലേ? തത്തയ്ക്ക് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ബബഗാഉൻ. ഹാദാ ബബഗാഉൻ. ഏത് അക്ഷരമാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത്? ബ. അഞ്ചാമത്തെ ചിത്രത്തിലുള്ളത് ആരാണ്? ഒരു ചെന്നായയാണ് അല്ലേ? ചെന്നായിക്ക് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ദിഅ്ബുൻ. ഹാദാ ദിഅ്ബുൻ. ഏത് അക്ഷരമാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത്? ദി. കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയിൽ അവർ തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കുന്ന ജവാദിനെ കണ്ടുമുട്ടി. അലാനും ജവാദും തമ്മിൽ വിശേഷങ്ങൾ പങ്കുവെച്ചു. ആക്ടിവിറ്റി 3 ഹയ്യ നുഹാവിർ. നമുക്ക് ഈ സംഭാഷണം ഒന്ന് എഴുതി നോക്കിയാലോ? സംഭാഷണം പൂരിപ്പിക്കാനായി കൂട്ടുകാർക്കിവിടെ സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണവ? ഇലൽ ലിഖാ. വീണ്ടും കാണാം. സ്വബാഹുൻ നൂർ. ഗുഡ് മോർണിംഗ്. അലാൻ ജവാദിനെ കണ്ട ഉടനെ എന്താണ് പറയുന്നത്? സ്വബാഹുൽ ഖൈർ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ജവാദ് എന്താണ് തിരിച്ചു പറയേണ്ടത്? സ്വബാഹുൻ നൂർ. ഗുഡ് മോർണിംഗ്. ഓപ്ഷനിൽ നിന്നും സ്വബാഹുൻ നൂർ എന്ന് നമ്മൾ അവിടെ എടുത്ത് പൂരിപ്പിച്ചാൽ മതി. അലാൻ കൈഫൽ ഹാൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ജവാദ് എന്താണ് പറയുന്നത്? സീൻ. അൽഹംദുലില്ലാ. നല്ലത്. അലാൻ മത്താ ജിഅ്ത. നീ എപ്പോഴാണ് വന്നത്? ജവാദ് അപ്പോൾ എന്താണ് പറയുന്നത്? സ്വബാഹൻ. രാവിലെ. അലാൻ മഅസ്സലാമ. അലാൻ സലാം പറഞ്ഞ് പിരിയുകയാണ് അല്ലേ? അപ്പോൾ ജവാദ് എന്താണ് തിരിച്ചു പറയേണ്ടത്? ഇലൽ ലിഖാ. വീണ്ടും കാണാം. ഓപ്ഷനിൽ നിന്നും ഇലൽ ലിഖാ എന്ന് നമ്മൾ അവിടെ എടുത്ത് പൂരിപ്പിച്ചാൽ മതി. ജവാദിനോട് യാത്ര പറഞ്ഞ് പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു മയിൽ പീലി വിടർത്തി പാട്ടുപാടി നൃത്തം ചെയ്യുന്നത് കണ്ടു. ജവാദും കൂട്ടുകാരും മയിലിന്റെ ചുവടിനൊപ്പം പാട്ടുപാടി. ആക്ടിവിറ്റി 4 ഹയ്യ നുകമ്മിൽ. പൂരിപ്പിക്കാം. കവിത പൂരിപ്പിക്കാനായി കൂട്ടുകാർക്ക് ഇവിടെ സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? ജമീലുൻ. ഭംഗിയുള്ള. ത്വാഊസുൻ. മയിൽ. ജവാദും കൂട്ടുകാരും പാടിയ പാട്ട് നമ്മൾക്കൊന്ന് പൂരിപ്പിച്ചു നോക്കാം. യാ അഹ്ബാബി യാ അഹ്ബാബി അന ത്വാഊസുൻ അന ഡാഷ്. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? അന ത്വാഊസുൻ. സൂചനകളിൽ നിന്നും ത്വാഊസുൻ എന്ന് നമ്മൾ അവിടെ എടുത്ത് പൂരിപ്പിച്ചാൽ മതി. യാ ത്വാഊസി യാ ത്വാഊസി അൻത ജമീലുൻ അൻത ഡാഷ്. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ജമീലുൻ. സൂചനകളിൽ തന്നിരിക്കുന്ന ജമീലുൻ എന്ന് നമ്മൾ അവിടെ എടുത്ത് പൂരിപ്പിച്ചാൽ മതി. രസകരമായ പഠനയാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ അവർ കണ്ട ജീവികളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ആക്ടിവിറ്റി 5 ഹയ്യ നഉദ്ദു. നമ്മൾക്ക് എണ്ണാം. ആദ്യത്തെ ചിത്രത്തിൽ കൂട്ടുകാർ എത്ര മാനുകളെയാണ് അവിടെ കാണുന്നത്? 10 മാനുകളാണ് അല്ലേ?
10 നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? അഷറത്തുൻ. അഷറത്തുൻ എന്ന് അക്ഷരത്തിലും അക്കത്തിലും അവിടെ എഴുതിയത് കൂട്ടുകാർ കണ്ടല്ലോ. ഇനി ഇതേപോലെ ബാക്കിയുള്ളവ നമ്മൾക്ക് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. കൂട്ടുകാർക്ക് പൂരിപ്പിക്കാനായി താഴെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഉചിതമായവ എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ ചിത്രത്തിൽ എത്ര തത്തകളെയാണ് കൂട്ടുകാർ കാണുന്നത്? 2 തത്തകളെയാണ് അല്ലേ? 2 എന്ന് നമ്മൾ അറബിയിൽ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ഇത്നാൻ. അവിടെ അക്കത്തിൽ എഴുതിയത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ഇതേപോലെ അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. മൂന്നാമത്തെ ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? സിംഹമാണ് അല്ലേ? എത്ര സിംഹങ്ങളെയാണ് കൂട്ടുകാർ കാണുന്നത്? 5 സിംഹങ്ങളാണ്. 5 എന്ന് നമ്മൾ അറബിയിൽ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ഹംസത്തുൻ. സൂചനകളിൽ നിന്നും ഹംസത്തുൻ എന്നവിടെ എടുത്ത് പൂരിപ്പിച്ചാൽ മതി. അടുത്തതായി ചിത്രത്തിൽ കൂട്ടുകാർ എത്ര ആനകളെയാണ് കാണുന്നത്? 8 ആനകളെയാണ് അല്ലേ? 8ന് എന്താണ് അറബിയിൽ പറയുന്നതെന്ന് അവിടെ കൂട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. എന്താണ്? സമാനിയത്തുൻ. സമാനിയത്തുൻ എന്ന് അക്കത്തിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അവിടെ കാണിച്ചിരിക്കുന്നത് പോലെ സൂചനകളിൽ നിന്നും നമ്മൾ എടുത്ത് അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അടുത്തതായി ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? കുരങ്ങനാണ് അല്ലേ? എത്ര കുരങ്ങുകളെയാണ് കൂട്ടുകാർ കാണുന്നത്? 4 കുരങ്ങുകളെയാണ്. 4ന് അറബിയിൽ എങ്ങനെയാണ് പറയേണ്ടത്? അർബഅത്തുൻ. സൂചനകളിൽ നിന്നും അർബഅത്തുൻ എന്ന് നമ്മൾ അവിടെ എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അർബഅത്തുൻ എന്ന് അക്കത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അവിടെ നൽകിയിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.